കാണുന്ന പ്രപഞ്ചത്തിനൊരു പേരുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുമൊരു പേരല്ല, ഒരുപാട് അർത്ഥങ്ങളുള്ള ഒന്ന്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ലളിതയെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു ദേവത എന്നതിലുപരി ഈ പ്രപഞ്ചം മുഴുവനായിട്ട് കാണുന്ന ഒരു വലിയ സങ്കല്പമാണ്. സത്യം പറഞ്ഞാല് ഒരു പേരല്ല 1000 പേരുകളുണ്ട്. അപ്പോ ഈ പേരുകൾക്ക് നമ്മളെ എന്താവും പഠിപ്പിക്കാൻ കഴിയുക? വെറും വാക്കുകളല്ല ഇത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഫിലോസഫിയിലേക്കുള്ള ഒരു താക്കോലാണ്. അപ്പോ നമുക്കിതിലേക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചാണ്. ഇതൊരു ഹൈന്ദവ ഗ്രന്ഥമാണ്. പക്ഷേ ലളിതയെ ഒരു ദേവതയായി മാത്രം കാണുന്ന ഒന്നല്ല ഇത്. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ബോധമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ലളിത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ ബോധമാണ്. അതായത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാത്തിന്റെയും ഉറവിടം അവളാണെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. ഇനി നമുക്ക് ആ രൂപത്തിന്റെ ഒരു വലിപ്പം എത്രത്തോളമുണ്ടെന്ന് നോക്കാം, അല്ലേ? യാഥാർത്ഥ്യത്തിന്റെ എല്ലാ തലങ്ങളും അതെല്ലാം ചേർന്നതാണ് അവളുടെ രൂപം എന്നാണ് സങ്കല്പം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ 1000 പേരുകളില്ലേ, അതൊന്നും വെറും സ്ഥാനപ്പേരുകളല്ല. ശരിക്കും പറഞ്ഞാല് ഈ സർവ്വവ്യാപിയായ സ്വഭാവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഓരോ പേരും. ഒരു ഉദാഹരണം നോക്കാം. സർവേശ്വരി, വിശ്വരൂപ എന്നൊക്കെയുള്ള പേരുകൾ. ഇതിന്റെയൊക്കെ അർത്ഥമെന്താണെന്നറിയോ? ഏറ്റവും ചെറിയ മണൽത്തരി മുതൽ ഏറ്റവും വലിയ ഗാലക്സി വരെ ഇവിടെയുള്ളതെല്ലാം അവളുടെ ദിവ്യരൂപത്തിന്റെ ഒരു ഭാഗമാണെന്ന്. അതാണ് ഈ പേരുകൾ പറഞ്ഞു തരുന്നത്. ഈ ആശയം എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ലേ? അവൾ എവിടെയോ ദൂരെ ഇരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്ന, അതിനെയൊക്കെ ചലിപ്പിക്കുന്ന ആ ബോധം തന്നെയാണ് അവൾ എന്നാണ് പറയുന്നത്. ശരി, അവൾ തന്നെയാണ് പ്രപഞ്ചമെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സംശയം വരാം. ഈ ഫിലോസഫിയില് അതിനൊരു ഉത്തരമുണ്ട്. ഒരു ബ്ലൂ പ്രിന്റ് പോലെ 3 പ്രധാന ആശയങ്ങളിലൂടെ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് മന്ത്രം, അതായത് പ്രപഞ്ചത്തെ ഒരു ശബ്ദത്തിന്റെ രൂപത്തിൽ കാണുന്നു. ഒരു ഡിവൈൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന താളം എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. രണ്ടാമത്തേത് യന്ത്രം. ഇത് പ്രപഞ്ചത്തെ ഒരു രൂപമായി, ഒരു സ്ട്രക്ചറായി കാണുന്നതാണ്. എനർജിയുടെ ഒരു ജോമെട്രിക്കൽ ബ്ലൂ പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ ഈ കാണുന്ന യന്ത്രം നോക്കൂ. ഡിവൈൻ എനർജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെ എത്ര കൃത്യമായി ഒരു രൂപത്തിലേക്ക് ഈ യന്ത്രം കൊണ്ടുവരുന്നു എന്ന് നോക്കൂ. ഇനി മൂന്നാമത്തേത് തന്ത്രം. ഇതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ്. അതായത് ഈ പ്രപഞ്ചബോധവുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതിന്റെ ഹൗ ടു ഗൈഡാണ് തന്ത്രം. അപ്പോ ഇത്രയും വലിയ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ഫിലോസഫി പറഞ്ഞു അല്ലേ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഓരോരുത്തരുമായും വളരെ പേഴ്സണലായൊരു ബന്ധമുണ്ട്. എങ്ങനെയെന്നാൽ ഈ തത്വചിന്ത വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവിക ബോധമില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുമുള്ളത്. പുറത്തുള്ള മാക്രോകോസും നമ്മുടെ ഉള്ളിലുള്ള മൈക്രോകോസും ഒന്ന് തന്നെ. അവളുടെ പേരുകളിലൊന്നായ മനോന്മണി എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം മനസ്സിനും അപ്പുറത്തുള്ള ഒരവസ്ഥ എന്നാണ്. അതായത് നമ്മുടെ സാധാരണ ചിന്തകൾക്കൊക്കെ അപ്പുറം നമുക്ക് ഉള്ളിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ശാന്തമായ അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. എന്നാൽ അതിനെ ദൈവീകമായ ഒന്നിലേക്ക്, അവളുടെ സൗന്ദര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സ് പതുക്കെ ശാന്തമാകും. ആ നിശ്ചലമായ അവസ്ഥയിലാണ് നമ്മുടെ ഉള്ളിലെ ബോധം പ്രപഞ്ചബോധവുമായി ഒന്നാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചും അതിലെ ബോധത്തെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്തുവെച്ചു നോക്കാം. ഈ പഴയ ആശയം ഇന്നും എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നതെന്ന് കാണാം. നമ്മൾ തുടങ്ങിയത് പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ക്യാൻവാസിൽ നിന്നാണ്. അവിടെ നിന്ന് അതിന്റെ ഘടനയും താളവും മനസ്സിലാക്കി. അവസാനം നമ്മൾ എത്തിച്ചേർന്നത് എവിടെയാണെന്നോ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ബോധത്തിലേക്കാണ്. അപ്പോ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നത്. ശരിക്കും ആലോചിച്ചു നോക്കൂ. ഈ പ്രപഞ്ചവും നിങ്ങളും ഒന്നാണെങ്കിൽ അത് നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കില്ലേ?